ഹലോ, ഇന്ന് ഇസക്കുട്ടിയായിട്ടുള്ളൊരു കുട്ടി ഈവനിങ് ഡേ ഔട്ടാട്ടോ നമ്മൾ കാണുന്നത്. നമ്മൾ ഇസക്കുട്ടിക്ക് അടുത്തൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അവൾക്ക് സൈക്കിൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ ഇപ്പോൾ അവൾക്ക് സൈക്കിളിൽ കയറാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇസക്കുട്ടീനെ ഒന്ന് സൈക്കിൾ പേടിയൊക്കെ മാറ്റാം, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾക്ക് ആക്ച്വലി അതിൽ ബെല്ലടിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ബെല്ലടിക്കുന്ന അവളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ബായൊക്കെ പറഞ്ഞ് പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എവിടെ പുറത്ത് പോകാമെന്നുള്ള സന്തോഷത്തിലാണ് അവൾ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ പുറത്തെടുത്തു. ഇസക്കുട്ടീനെ ഇരുത്തിയപ്പോഴത്തേക്ക് അവൾക്ക് പിന്നെ ഭയങ്കര പേടിയായിട്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അവൾ അതിന് ചാടി പുറത്തിറങ്ങി. അവൾ പിന്നെ അവളുടെ സ്ഥിരം പരിപാടി ഓട്ടം തുടങ്ങി. അവൾക്ക് ഒരിടത്ത് ഇരിക്കണ ഇഷ്ടമില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ കളിച്ച് ഓടി നടക്കാനാണ് ഇഷ്ടം. ഇസക്കുട്ടി എവിടെ പോയാലും ഒന്നെങ്കിൽ ഒരു പൂച്ചയോ അല്ലെങ്കിൽ ഒരു കിളിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും. അവൾ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു പ്രാവ് ഇങ്ങനെ പറക്കാൻ വയ്യാതെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ അതിൻ്റെ കൂടെ ഭയങ്കര കളി തുടങ്ങി. അതിന് പറക്കാൻ പറ്റാത്തതുകൊണ്ട് പോകാനും വയ്യ. ഇവളാണെങ്കിൽ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു പേടിയില്ല കേട്ടോ. അവളിങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. വാ വാ, അതിനെ വേണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇസക്കുട്ടി പ്രാവിനൊരു ബൈയും ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറിപ്പോയപ്പോൾ അവൾക്ക് പിന്നെ സങ്കടമായി. പിന്നെയും അതിനെ പിടിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പുറത്തു പാവം അത് വയ്യാതിരിക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ ഇസക്കുട്ടിയോട് പറഞ്ഞു വേണ്ട അപ്പം നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് പോവാം കേട്ടോ. അപ്പോൾ ഇസക്കുട്ടിയുടെ സൈക്കിളാണെങ്കിൽ അവിടെ വെറുതെ കിടക്കണമുണ്ട്. അപ്പം അപ്പം അത് ചാടി കയറിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇസക്കുട്ടി ഒന്ന് കയറട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അതിൽ വെറുതെ ഇസക്കുട്ടിനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇസക്കുട്ടി പറഞ്ഞു ഗുഡ് ബോയ് ക്ലാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അവൾക്ക് എന്നാലും സൈക്കിളിൽ കയറണ്ട. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇസക്കുട്ടി എന്തായാലും സൈക്കിളിൽ കയറുന്നില്ലല്ലോ, എന്നാൽ നമുക്ക് വണ്ടിയുടെ അടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് പയ്യെ വിളിച്ചുകൊണ്ട് പോവാം കേട്ടോ. ഇസക്കുട്ടി എന്തായാലും സൈക്കിളിൽ കയറുന്നില്ല തീരുമാനിച്ചു. അപ്പോൾ നമ്മളന്ന് ഇസക്കുട്ടീനെയും കൊണ്ട് സ്കൂട്ടറിൽ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അവൾക്ക് സൈക്കിളിൽ കയറാൻ പേടിയാണെങ്കിലും സ്കൂട്ടറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂട്ടറിൽ പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അവൾ ചാടി ഇറങ്ങിയത് തന്നെ, വണ്ടി വണ്ടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ബൈക്ക് റൈഡ് പോകാമെന്ന് വിചാരിച്ചു. ഇസക്കുട്ടീനെയും കൊണ്ട് പോവാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടുത്തെ ബാംഗ്ലൂരിലൊരു ഫേമസ് ചർച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കയറിയിട്ട് പോവാം.
നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും ചാറ്റൽ മഴ തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ ഇസുവിനോട് പോവാന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുക കേട്ടോ. അവൾ പിന്നെയും തിരിച്ചോളും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളവിടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അപ്പോഴേക്ക് ചെറിയൊരു മഴ തുടങ്ങിയായിരുന്നു. അവിടെ തൊട്ടടുത്താട്ടോ നെക്സസ് മാള്. അപ്പോൾ നമ്മളെന്നാ വിചാരിച്ചു നെക്സസിലും കൂടി ജസ്റ്റ് ഒന്ന് പോയിട്ട് പോവാം. വിസ അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം. ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഫുഡ് കോർട്ടിൽ പോയി. അന്ന് പിന്നെ ഇസുവിന് ദോശ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൾക്കൊരു ദോശ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഇസുവിന് ദോശ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അവൾ കുറച്ച് കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ ഒരുമിച്ച് ഇന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതിയെ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മഴ കുറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. നിസു ആസ്വദിച്ച് ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഇസു ആണെങ്കിൽ ഒരാൾ ബലൂണ് വയ്ക്കുന്നത് കണ്ടു. ആ ബലൂൺ കണ്ടപ്പോഴത്തേക്കും അവൾ ബോള് എന്ന് പറഞ്ഞിട്ട് പിന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് ഈ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടായതുകൊണ്ട് ഭയങ്കര അട്രാക്ഷനായിരുന്നു. അപ്പോൾ അവളത് വാങ്ങി. അങ്ങനെ അവൾ ഹാപ്പിയായി. അത് വീട്ടിൽ വരുന്നതിന് മുമ്പ് അതിൻ്റെ ലൈറ്റൊക്കെ അവൾ വലിച്ച് കളഞ്ഞു. അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അത് കിട്ടിയപ്പോൾ അവൾ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അതൊക്കെ പിടിച്ച് സ്റ്റെപ്പ് കയറി വീട്ടിലോട്ട് കയറുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ. ഇസുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണേ.